Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനൻസിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസ്. അതിൽ നമ്മൾ ഈ ഡിറ്റർമിനൻസും മെട്രിസസും യൂസ് ചെയ്തുകൊണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ട് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ 2x + 3y = 5 ആൻഡ് x - 4y = 7. ഇത് രണ്ടും ലീനിയർ ഇക്വേഷൻസ് ആണ് അല്ലേ? ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും പവർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1 ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെയും കൂടെ ചേർത്തിട്ടാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയും. അതുപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 3 വേരിയബിൾ കാണാം, എക്സ് വൈ ഇസഡ്. 3 ഇക്വേഷൻ്റെ അകത്തും എക്സ് വൈ ഇസഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറയുന്നത് ഇതും ലീനിയർ ഇക്വേഷൻസ് തന്നെയാണ്, കാരണം എക്സ് വൈ ഇസഡിൻ്റെ എല്ലാം പവർ ഇവിടെ 1 ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 3 വേരിയബിൾസ് എന്ന് പറയും. അതുപോലെ ഈ 3 ഇക്വേഷൻസിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്നത് എന്താ? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 3 വേരിയബിൾസ്. അപ്പോൾ നമുക്ക് ഈ ഡിറ്റർമിനൻസും മെട്രിസസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ അതുപോലെ തന്നെ ഫസ്റ്റ് എക്സാമ്പിളിൻ്റെ അകത്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഈ രണ്ട് ഇക്വേഷൻസും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഡിറ്റർമിനൻസും മെട്രിസസും യൂസ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇക്വേഷൻസിൻ്റെ അകത്ത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം ഓഫ് ഇക്വേഷനെ കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്നും, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഇക്വേഷൻസിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജനറൽ ആയിട്ടുള്ള 3 ഇക്വേഷൻസ് എഴുതിയിരിക്കുകയാണ്. ഇക്വേഷൻസ് ഇൻ 3 വേരിയബിൾസ്. a1x + b1y + c1z = d1, a2x + b2y + c2z = d2, a3x + b3y + c3z = d3. ഇവിടുത്തെ വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സ് വൈ ഇസഡ്. അതുപോലെ എക്സ് വൈ ഇസഡിൻ്റെ കോയിഫിഷ്യൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, a1 b1 c1, a2 b2 c2 എക്സെട്ര. ഇനി നമുക്ക് ഇതിനെ ഓരോ മെട്രിക്സ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് എഴുതാം. അതിന് വേണ്ടിയിട്ട് ലെറ്റ് എ എന്ന് പറയുന്നത് കോയിഫിഷ്യൻ മെട്രിക്സ് എന്ന് പറയും. അതായത് എക്സ് വൈ ഇസഡിൻ്റെ കോയിഫിഷ്യൻസ് എല്ലാം കൂടെ നമ്മൾ ചേർത്തിട്ട് എഴുതുന്ന മെട്രിക്സിനെയാണ് കോയിഫിഷ്യൻ മെട്രിക്സ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് a1 b1 c1, a2 b2 c2, a3 b3 c3. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞിട്ട് കോയിഫിഷ്യൻ മെട്രിക്സിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്തു. ഇനി എക്സ് എന്ന് പറയുന്നത് ആ വേരിയബിൾ മെട്രിക്സ്, അതിനെ ഞാൻ കോളം മെട്രിക്സ് ആയിട്ട് എഴുതുവാണ്. എക്സ് വൈ ഇസഡ്, നമുക്കിവിടെ ഇക്വേഷൻസ് ഇൻ 3 വേരിയബിൾസ് ആണ് എക്സ് വൈ ഇസഡ്. അതിനെ ഞാൻ ക്യാപിറ്റൽ എക്സ് എന്ന് ഉള്ള മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. അതുപോലെ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന മെട്രിക്സ്, അതും ഒരു കോളം മെട്രിക്സ് തന്നെയാണ്. അത് d1 d2 d3 ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ നമ്പേഴ്സ്, അതിനെ ഞാൻ മെട്രിക്സ് ബി ആയിട്ടും റെപ്രസെൻ്റ് ചെയ്തു. ഇനി നമുക്കിപ്പം ഈ ഇക്വേഷൻസ് 3 എഴുതിയിട്ടുണ്ടല്ലോ, a1x + b1y + c1z = d1. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ax = b എന്ന് എഴുതാൻ പറ്റും. അതായത് എയും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈക്വൽ ടു ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ഇക്വേഷൻസ് തന്നെയായിരിക്കും കിട്ടുന്നത്. അല്ല, നമുക്ക് ഒരെണ്ണം വേണമെന്ന് ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം. വട്ട് ഈസ് ax? ഈ എ എന്ന് പറയുന്നതും എക്സ് എന്ന് പറയുന്നതും രണ്ട് മെട്രിക്സസ് എങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? a1x, ഫസ്റ്റത്തെ എലമെൻറ്റ് മാത്രം ഞാൻ എഴുതി കാണിക്കാം. a1x പ്ലസ് ദെൻ b1y പ്ലസ് c1z. ഇതായിരിക്കും ഫസ്റ്റ് എലമെൻറ്റ് വരുന്നത്. നമുക്ക് സെക്കൻഡ് എലമെൻറ്റ് എഴുതാനായിട്ട് ഇവിടെ നെക്സ്റ്റ് എലമെൻറ്റ് വരുന്നില്ല. അപ്പം നമ്മുടെ a × x എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? a1x പ്ലസ് b1y പ്ലസ് c1z. ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. അതുപോലെ ഈക്വൽ ടു ബി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ വേണം എല്ലാ എലമെൻറ്റ്സും ഞാനിപ്പോൾ എഴുതി കാണിക്കാം. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് വരുന്നത് എന്താ? a2x പ്ലസ് b2, ഇങ്ങനെയല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ റോയും കറസ്പോണ്ടിങ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. b2y പ്ലസ് c2z ആൻഡ് a3x പ്ലസ് b3y പ്ലസ് c3z. ഇതൊരു മെട്രിക്സ് ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ബി. ബി എന്ന് പറയുന്നത് എന്താ? d1 d2 d3. അപ്പം a × x is equal to b. ഇത് രണ്ടും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണ്, വിച്ച് മീൻസ് ദാറ്റ് a1x പ്ലസ് b1y പ്ലസ് c1 is equal to d1, a2x plus b2y plus c2 is equal to d2,
a3x plus b3y plus c3z equal to d3. അതായത് എന്ത് തന്നെ കിട്ടി നമുക്ക്? നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ 3 ഇക്വേഷൻസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ax ഈക്വൽ ടു b എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ, അതായത് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഏതാ? കോളം മെട്രിക്സ് എക്സ് വൈ ഇസഡ്. ഇവിടെ എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് സോൾവ് ചെയ്തെടുക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ ഈ എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോമിൻ്റെ അകത്ത് നിന്ന് എക്സ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എ എക്സ് ഈക്വൽ ടു ബി ഇതിൻ്റെ പ്രീ മൾട്ടിപ്ലൈഡ് വിത്ത് എ ഇൻവേഴ്സ്. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് രണ്ട് സൈഡിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അതുപോലെ വട്ട് ഈസ് എ ഇൻവേഴ്സ് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം, കാരണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. സോ ഞാൻ ഈ ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. വട്ട് ഈസ് എ ഇൻറ്റു എ ഇൻവേഴ്സ്, അല്ലെങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഐ. ഒരു മെട്രിക്സിനെ അതിൻ്റെ ഇൻവേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ്. എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാലും എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാലും ഐ തന്നെ. അപ്പോൾ ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. വട്ട് ഈസ് ഐ ഇൻറ്റു എക്സ്? ഐ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സാണ്. ഏതൊരു മെട്രിക്സിനെയും ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ മെട്രിക്സ് തന്നെ. ദറ്റ് ഈസ് എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അപ്പോൾ നോക്കിയേ, എക്സിൻ്റെ വാല്യൂ ആയിരുന്നു നമുക്ക് സോൾവ് ചെയ്യേണ്ടിയിരുന്നത്. എക്സ് എങ്ങനെ ഇപ്പോൾ നമുക്ക് കിട്ടി? എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അതായത് എ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ അകത്തെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ അകത്തെ കോഎഫിഷ്യൻ മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് ആ വേരിയബിൾ മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ള ആ വാല്യൂസ് ആണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇക്വേഷൻ കിട്ടി എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അത് നമുക്കറിയാം. കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ? എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം എ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് എ ഇൻവേഴ്സ് ആ മെട്രിക്സ് ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അപ്പോൾ ഒരു കോളം മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. അതെന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ എക്സ്. എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂസ് ആയിരിക്കും നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത്. ഇനി തന്നിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് എ എന്ന് പറയുന്നത് നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ, എങ്ങനെയായിരിക്കും? ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് യുണീക്ക് സൊല്യൂഷൻ. അതായത് എക്സും വൈക്കും ഇസഡിനും ഒരു യുണീക്കായിട്ട് നമുക്ക് അതായത് ഓരോന്നിനും എക്സിനും വൈക്കും ഇസഡിനും 1 and only 1 വാല്യൂ മാത്രം എക്സിസ്റ്റ് ചെയ്യും. അതായത് സിസ്റ്റം എന്തായിരിക്കും? കൺസിസ്റ്റൻറ്റും ആയിരിക്കും. സൊല്യൂഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. അത് നമുക്ക് രണ്ട് കേസായിട്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇഫ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0, ഞാൻ പറഞ്ഞു ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക, അതായത് കൺസിസ്റ്റൻ്റ് ആണ്. അതുപോലെ യുണീക്ക് സൊല്യൂഷനും ആയിരിക്കും. എക്സിനും വൈക്കും ഇസഡിനും കറക്റ്റായിട്ട് ഓരോരോ വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേസമയം ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് എ ഈസ് സിംഗുലർ, ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിന് പറയുന്ന സിംഗുലർ മെട്രിക്സ് എന്നാണ്. ഈ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ബി. എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കും. അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനത്തെ സിസ്റ്റത്തിന് നമ്മൾ എന്താ പറയുന്നത്? അങ്ങനത്തെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ പറയുന്നത് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഇനി അതല്ല, ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0യും അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ സിസ്റ്റത്തിന് അത് കൺസിസ്റ്റൻറ്റും ആവാം, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആവാം. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ പക്ഷേ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. ഒരു സൊല്യൂഷൻ അല്ല, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അതായത് ഇഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു 0, then the system കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റോ ആവാം. കൺസിസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സൊല്യൂഷൻ ഉണ്ടാവും, പക്ഷേ യുണീക്ക് സൊല്യൂഷൻ അല്ല, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 3 ഇക്വേഷൻസും ഉണ്ട്, 3 അൺനോൺസും ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഉറപ്പായിട്ടും
സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കും വിത്ത് യുണീക്ക് സൊല്യൂഷൻ. ഒരേ ഒരു സൊല്യൂഷനും ആയിരിക്കും എക്സിനും വൈക്കും സെറ്റിനും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേസമയം ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിലുള്ള രണ്ട് കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഉറപ്പായിട്ടും സിസ്റ്റം സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല, അതായത് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിറ്റർമിനൻ്റ് 0 ആയിട്ട് നമ്മൾ രണ്ടാമത് വേറൊരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യും. അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ബി നോക്കുമ്പോൾ അത് 0 ആണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻറ്റോ ആവാം. ഇതിൽ രണ്ടിൽ ഏത് വേണേലും ആവാം. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്, അതായത് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കത്തില്ല ആ കേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 27. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 2x + 5y = 1, 3x + 2y = 7. അതായത് ഇത് രണ്ട് ഇക്വേഷൻസും രണ്ട് അൺനോൺസും, എക്സും വൈ മാത്രം ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ഈ ഇക്വേഷനെ ഏത് ഫോമിലാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? AX = B, where A എന്ന് പറയുന്ന മെട്രിക്സ് ഏതാ? കോയിഫിഷ്യൻറ്റ് മെട്രിക്സ്, ദറ്റ് ഈസ് എക്സ് വൈൻ്റെ കോയിഫിഷ്യൻസ് 2, 5, 3, 2. എക്സ് വൈൻ്റെ രണ്ട് ഇക്വേഷനിലെയും കോയിഫിഷ്യൻസ് വെച്ചിട്ട് എഴുതുന്ന മെട്രിക്സ് ആണ് A, 2, 5, 3, 2. അടുത്തത് എക്സ് എന്ന് പറയുന്നതോ? എക്സ് എന്ന് പറയുന്നത് ആ വേരിയബിൾസ് എക്സ് വൈ, അത് കോളം മെട്രിക്സ് ആയിട്ടാണ് കേട്ടോ നമ്മൾ എഴുതുന്നത്. അതുപോലെ ബി എന്ന് പറയുന്നത് ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂസ്, അതും കോളം മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതും. ദറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് 1, 7. തന്നിരിക്കുന്ന ഇക്വേഷൻ AX = B എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഡിറ്റർമിനൻറ്റ് എയുടെ വാല്യൂ. ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ 2, 5, 3, 2 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. അത് എത്ര നമുക്ക് ആൻസർ കിട്ടുന്നത്? 2/2ൻ്റെ ഈസിയാണ് നമുക്ക് ചെയ്യാൻ. 2 2s are 4 minus 15. 5 × 3 15. 2 - 15 ചെയ്യുമ്പോൾ നമുക്ക് 4 - 15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -11, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. നമ്മൾ പറഞ്ഞിരുന്നു കണ്ടീഷൻ എന്തായിരുന്നു? ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ സൊല്യൂഷൻ എങ്ങനെയാണ്? വിത്ത് യുണീക്ക് സൊല്യൂഷൻ, അതായത് ഒരേ ഒരു സൊല്യൂഷൻ എക്സിനും വൈക്കും നമുക്ക് ഒരേ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഡിറ്റർമിനൻ്റ് നമുക്കിവിടെ നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഫോർമുല A ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇനി വാട്ട് ഈസ് A ഇൻവേഴ്സ്? ഫോർമുല എന്തായിരുന്നു? അഡ്ജോയിൻറ്റ് ഓഫ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ്. ഇത് 2/2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് അഡ്ജോയിൻറ്റ് ഓഫ് A കോഫാക്ടേഴ്സ് ഒന്നും അങ്ങനെ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? അഡ്ജോയിൻറ്റ് ഓഫ് A എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക, അതായത് ഈ രണ്ട് എലമെൻറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇതിൻ്റെ രണ്ടിൻ്റെയും 5ൻ്റെയും 3ൻ്റെയും സൈനും മാറ്റുക. അപ്പോൾ 2 അത് ഇൻ്റർചേഞ്ച് ചെയ്താലും വ്യത്യാസമൊന്നുമില്ല. 5 എന്നുള്ളത് -5 ആവും, ഇവിടുത്തെ 3 എന്ന് പറയുന്നത് -3 ആവും, 2 അങ്ങനെ തന്നെ. സോ ഇതാണ് A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ്. ഡിറ്റർമിനൻ്റ് നമുക്ക് ഓൾറെഡി -11 എന്ന് കിട്ടി. അതുകൊണ്ട് A ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? 1/-11 അല്ലെങ്കിൽ -1/11 ഇൻറ്റു 2 - 5 - 3, 2. ഇനി ഇതിപ്പോൾ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒന്ന് ചെയ്യാം. ഇവിടെ x = A ഇൻവേഴ്സ് ഇൻറ്റു B, which is equal to -1/11 ഇൻറ്റു A ഇൻവേഴ്സ് ഒന്നുകൂടെ എടുത്ത് എഴുതാം. 2 - 5 - 3, 2 ഇൻറ്റു B എന്ന് പറയുന്ന മെട്രിക്സ് ഏതായിരുന്നു? കോളം മെട്രിക്സ് 1, 7. ഇനി എന്താ? നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. സോ -1/11 ലാസ്റ്റ് നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഫസ്റ്റ് ഈ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 1 2, -5 × 7 -35. ദെൻ അടുത്ത എലമെൻറ്റ് വരുന്നത് നമുക്ക് ഒറ്റ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? അതായത് ഇതൊരു 2/2 മെട്രിക്സ് ആണ്. അതുപോലെ ഇതൊരു 2/1 മെട്രിക്സ് ആണ്. സോ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? റിസൾട്ട് മെട്രിക്സ് ഈസ് ഓൾസോ 2/1, അതായത് 2 റോയും ഒരു കോളം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, ദറ്റ് ഈസ് 2 - 35. നെക്സ്റ്റ് എലമെൻറ്റോ? -3 × 1, ദറ്റ് ഈസ് -3, പ്ലസ് 2 × 7, ദറ്റ് ഈസ് 14, പ്ലസ് 14. ഇതാണ് നമുക്ക് കിട്ടിയ മെട്രിക്സ്. -1/11 ഇൻറ്റു 2 - 35 ഈസ് -33. അതുപോലെ തന്നെ -3 + 14 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് +11. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -1/11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം
minus 33 divided by minus 11 and 11 divided by minus 11. Calculate ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് minus 33 by minus 11 is plus 3. 11 by minus 11 is minus 1. അപ്പോൾ നോക്കിയത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടി? 3 minus 1. ഈ 3 എന്ന് പറയുന്നത് എന്തിൻ്റെ വാല്യൂ ആയിരിക്കും? എക്സിൻ്റെ വാല്യൂ. മൈനസ് 1 എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ. അപ്പോൾ നമ്മൾ മെട്രിക്സ് മെത്തേഡിൽ അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടി. വേർ എക്സ് ഇസ് ഈക്വൽ ടു 3 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എക്സ് വൈ ഇസഡ് 3 ഇക്വേഷൻസും 3 അൺനോൺസും ഉണ്ടെങ്കിലും ഇവിടെ ഇസഡും കൂടെ വരുമെന്നുള്ളതേ ഉള്ളൂ. ചെയ്യുന്ന മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. അടുത്തത് എക്സാമ്പിൾ 28. Solve the following system of equations by matrix method. Equations തന്നിരിക്കുന്നത് 3x minus 2y plus 3z equal to 8, 2x plus y minus z equal to 1, 4x minus 3y plus 2z equal to 4. ഇവിടെ 3 ഇക്വേഷൻസും ഉണ്ട്, 3 അൺനോൺസും ഉണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ is of the form ax equal to b. അപ്പോൾ ആദ്യം അങ്ങനെ എഴുതാം. It is of the form ax equal to b. ഓരോന്നെടുത്ത് എഴുതാം. വേർ a is equal to എന്ന് പറയുന്നത് എന്തായിരുന്നു? കോഎഫിഷ്യന്റ് മെട്രിക്സ്, എക്സ് വൈ സെഡിൻ്റെ കോഎഫിഷ്യൻസ്. അപ്പോൾ അത് 3 minus 2 3, 2 1 minus 1, 4 minus 3 2. ഒരു 3/3 മെട്രിക്സ് ആണ് a എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നതോ? എക്സ് എന്ന് പറയുന്നത് ഇവിടെ 3 വേരിയബിൾസ് ഉള്ളതുകൊണ്ട് മെട്രിക്സ് എക്സ് വൈ ഇസഡ് ആൻഡ് ബി, ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന മെട്രിക്സ് കോളം മെട്രിക്സ് 8 1 4. 8 1 4. ഇനി ഇതൊരു 3/3 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്കിത് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഫസ്റ്റ് നമുക്കപ്പം ഡിറ്റർമിനൻ്റ് എന്താണെന്ന് നോക്കാം. അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഉള്ളൂ യുണീക്കായിട്ട് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിറ്റർമിനൻ്റ് ചെക്ക് ചെയ്യാം. ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ 3 into 2 minus 3 minus of minus plus 2 into 2 വരുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്താൽ 4 minus 4 plus 4, then plus 3 into 3 വരുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്താൽ minus 6 minus 4. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 into minus 1 plus 2 into 8 plus 3 into minus 10, അല്ലെങ്കിൽ minus 3 plus 16 minus 30, that is minus 17, which is not equal to 0. നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും കുഴപ്പമില്ല, 0 കിട്ടാതിരുന്നാൽ മതി. നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് therefore the system is consistent. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട് വിത്ത് യുണീക്ക് സൊല്യൂഷൻ. അപ്പോൾ ആദ്യം നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ്. ഡിറ്റർമിനൻ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, -17 നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നോൺ സിംഗുലർ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ എക്ക് ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും. സോ അഡ്ജോയിൻ്റ് ഓഫ് എ എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുന്നത്? അഡ്ജോയിൻ്റ് ഓഫ് എ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. കോഫാക്ടേഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. സോ A11 എന്ന് പറയുമ്പോഴേക്കും മെട്രിക്സ് എ എന്ന് പറയുന്നത് നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് 3 minus 2 3, 2 1 minus 1 4 minus 3 2. A11 എന്ന് പറയുമ്പോഴേക്കും -1 the whole square into 3 ഒക്കെ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്യുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് ദറ്റ് ഈസ് 2 minus 3, 2 minus 3 minus 1 the whole square പോസിറ്റീവ് ആകുമ്പോൾ -1 തന്നെ. അതുപോലെ തന്നെ എല്ലാ എലമെൻസിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. A12 -1 the whole cube into 4 plus 4, that is 4 plus 4 8, -1 the whole cube എന്ന് പറയുമ്പോൾ -8 ആവും. A13 is equal to -1 the whole raised to 4 into -6 minus 4, that is -10. -1 the whole raised to 4 പോസിറ്റീവ് ആകുമ്പോഴേക്കും -10 തന്നെ വരും. അതുപോലെ അടുത്തത് A11 A12 A13 ചെയ്തു. ഇനി അടുത്തത് A21 is -1 the whole cube into
A21 ചെയ്യുമ്പോൾ 2 occur റോയും കോളം എലിമിനേറ്റ് ചെയ്യുക. അപ്പം -4 + 9. -4 + 9, that is 5. -1 the whole cube വരുമ്പോൾ നെഗറ്റീവ് വരും. Therefore -5. A21. Next A22, that is -1 the whole raised to 4 into A22 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെയാണ് ചെയ്യേണ്ടത്. Therefore 1 occur ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 - 12. 6 - 12, that is -6. -1 the whole raised to 4 പോസിറ്റീവ് ആയതുകൊണ്ട് -6 തന്നെ. അടുത്തത് A23. A23 is -1 the whole raised to 5 into -1 occur ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്താൽ -9 + 8. -9 + 8 is -1. Minus of -1 is +1. So A23 is +1. Similarly, A31. What is A31? 4 occur ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്യുക. A31 is 2 - 3. -1 the whole raised to 4 into 2 - 3. 2 - 3 is -1. അത് ഓൾറെഡി പോസിറ്റീവ് ആണ്. therefore -1 തന്നെ. അടുത്തത് A32. that is -1 the whole raised to 5. 5 വരുന്നത് എങ്ങനെയാണ്? 3 + 2 ചെയ്യുമ്പോൾ 5. 3 -3 -6. -3 -6 ചെയ്യുമ്പോൾ നമുക്ക് -9 ആണ്. minus of -9 is +9. So A32 is 9. Last element A33. that is -1 the whole raised to 3 + 3 6. പവർ 6 വരും. A33 എന്ന് പറയുന്നത് 2 ആണ് എലമെൻറ്റ് വരുന്നത്. 2 occur ചെയ്യുന്ന റോയും കോളം കളഞ്ഞാൽ 3 + 4. 3 minus of -4 ആണ്. that is 3 + 4. therefore 7. -1 the whole raised to 6 പോസിറ്റീവ് ആണ്. therefore 7 തന്നെ കിട്ടി. ഇപ്പോൾ നമ്മൾ എല്ലാ എലമെൻറ്റ്സിൻ്റെയും കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇനി അഡ്ജോയിൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ കോഫാക്ടേഴ്സിൻ്റെ ട്രാൻസ്പോസ്, ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഞാനത് ട്രാൻസ്പോസ് ആയിട്ട് തന്നെ ഇപ്പോൾ ആൻസർ എഴുതാൻ പോവാം. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്നത് -1. ഈ റോ, അതായത് നമ്മൾ A11 A12 A13 ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സിൻ്റെ കോഫാക്ടേഴ്സ് ആണ്. അത് കോളമായിട്ട് ഫസ്റ്റ് കോളമായിട്ട് എഴുതിയാൽ മതി. അപ്പം -1 -8 -10. ദെൻ അടുത്തത് A21 A22 A23 എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സിൻ്റെ കോഫാക്ടേഴ്സ് ആണത് സെക്കൻഡ് കോളമായിട്ട് എഴുതുക. -5 -6 1 ആൻഡ് ലാസ്റ്റ് കോളം -1 9 7. നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടി. ഇനി അടുത്തത് A ഇൻവേഴ്സ്. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഫോമിൽ? ഒന്നുകൂടെ എഴുതാം. അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ്. അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ്. വട്ട് ഈസ് ഡിറ്റർമിനൻറ്റ്? നമുക്ക് -17 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ എഴുതാം. -1/17 ഇൻറ്റു ദെൻ കിട്ടിയ അഡ്ജോയിൻ്റ് എന്നുള്ള മെട്രിക്സ്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ എഴുതാം. -1 -5 -1 -8 -6 9 -10 1 7. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സും കിട്ടി. നമുക്ക് എ ഇൻവേഴ്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്, XYZൻ്റെ വാല്യൂ ആണ്. അതിനെ നമുക്ക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. വി ഹാവ് എക്സ്, ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? കോളം മെട്രിക്സ് XYZ. എക്സിൻ്റെ ഫോമുല എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടിയിട്ടുണ്ട് -1/17 ഇൻറ്റു മെട്രിക്സ് -1 -5 -1 -8 -6 9 -10 1 7 ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ഓൾറെഡി, അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന വാല്യൂസ്, അത് കോളം മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്തത്. അത് 8 1 4. ഇനി എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ -1/17 അത് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് -1/17 അങ്ങനെ തന്നെ എഴുതാം. ഈ മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എന്താ? -1 × 8 that is -8. നെക്സ്റ്റ് എലിമെൻറ്റ് -5 × 1 -5 -4. ഇതാണ് ഫസ്റ്റ് എലിമെൻറ്റ്. ഇനി വേറെ നമുക്ക് ഇനി ഇവിടെ വേറെ കോളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് റോയിലേക്ക് പോകാം. ദെൻ സെക്കൻഡ് എലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഈ റോയും ഈ കോളം തമ്മിൽ റെസ്പെക്റ്റീവ്ലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. അപ്പം -64 അതെങ്ങനെ വരുന്നത്? -8 × 8 -64 -6 + 36.
Then last element വരുന്നത് minus 10 into 8 minus 80, 1 into 1 plus 1, 7 into 4 28. അപ്പോൾ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. again minus 1 by 17 into ഇതിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? minus 8 minus 5 minus 4 9 minus 17, അടുത്തത് minus 64 minus 6 plus 36 ആണല്ലേ. അപ്പോൾ 30, therefore minus 34, then minus 80 plus 1 plus 28, that is 29 minus 51. ഇനി നമുക്ക് 17 കൊണ്ട്, അതായത് minus 1 by 17 കൊണ്ട് ഈ റെസ്പെക്റ്റീവ് എലമെൻറ്റ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് എന്താ കിട്ടുന്നത്? minus 1 by 17 into minus 17 എന്ന് പറയുമ്പോൾ അത് ക്യാൻസലായിട്ട് 1 വരും. അല്ലെങ്കിൽ ഒന്നുകൂടി എടുത്ത് എഴുതാം. minus 17 into minus 1 by 17, അല്ലെങ്കിൽ minus 34 into minus 1 by 17, ലാസ്റ്റ് എലമെൻറ്റ് minus 51 into minus 1 by 17, അല്ലെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 17 ക്യാൻസൽ ആവും. മൈനസ് ഓഫ് മൈനസ് 1, ദറ്റ് ഈസ് പ്ലസ് 1. സോ ഫസ്റ്റ് എലമെൻറ്റ് 1 കിട്ടി. ഇവിടെ 17 into 2 ആണ് 34. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോഴേക്കും പിന്നെ ഓൾറെഡി മൈനസ് ഇൻറ്റു മൈനസ് വരുമ്പോൾ പ്ലസ് വരും. ഇപ്പോൾ 2 ആയി. 17 into 3 ആണ് 51, അതും നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ആണ്. അപ്പോൾ 3 കിട്ടി. ദെർഫോർ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്തെന്നാണ് കിട്ടിയത്? ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ് 1 2 3, അതായത് ഇവിടുത്തെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആണ്, 2 എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ, 3 എന്ന് പറയുന്നത് ഇസഡിൻ്റെ വാല്യൂ. നമുക്ക് എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂസ് യൂസിങ് ദ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എക്സും വൈയും ഇസഡിൻ്റെയും വാല്യൂസ് കിട്ടി. എക്സാമ്പിൾ 29. The sum of three numbers is 6 if we multiply third number by 3 and add second number to it, we get 11. By adding first and third numbers, we get double of the second number. Represent it algebraically and find the numbers using matrix method. അപ്പോൾ നമുക്ക് നേരെ 3 ഇക്വേഷൻസും 3 അൺനോൺസും തന്നിട്ട് സോൾവ് ചെയ്യാൻ മാത്രമായിരിക്കില്ല ചോദിക്കുന്നത്. ഇതുപോലെ പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിട്ടും ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻസ് നമ്മൾ തന്നെ ഫോം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മെട്രിക്സ് മെത്തേഡ്, ഇപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് വെച്ച് തന്നെ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സം ഓഫ് 3 നമ്പേഴ്സ് ഇസ് 6. അപ്പോൾ നമുക്കിവിടെ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ എന്തായിരിക്കും ചെയ്യേണ്ടത്? 3 ഇക്വേഷൻ കറസ്പോണ്ടിംഗ്ലി നമ്മൾ ഫോം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് സം ഓഫ് 3 നമ്പേഴ്സ് ഈസ് 6. അപ്പോൾ നമ്മൾ ആ 3 നമ്പേഴ്സ് എന്തായിട്ട് എടുക്കുക? ലെറ്റ് എക്സ് വൈ ഇസഡ് ബി ദ 3 നമ്പേഴ്സ്. സോ സം ഓഫ് 3 നമ്പേഴ്സ് 6 പറയുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 6. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷന് വേണ്ടിയിട്ട് സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുന്നത്? ഇഫ് വി മൾട്ടിപ്ലൈ തേർഡ് നമ്പർ ബൈ 3. തേർഡ് നമ്പർ എന്തായിട്ട് എടുത്തേക്കുന്നത്? ഇസഡ്. ഇസഡിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോഴോ അത് 3z ആവും. 3z ആൻഡ് ആഡ് സെക്കൻഡ് നമ്പർ ടു ഇറ്റ്. എന്നിട്ട് സെക്കൻഡ് നമ്പർ 3zൻ്റെ കൂടെ ആഡ് ചെയ്യുക. വാട്ട് ഇസ് ദ സെക്കൻഡ് നമ്പർ? y. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ വരുന്നത്? y പ്ലസ് 3z. വി ഗെറ്റ് 11. അപ്പം എന്താ ചെയ്യേണ്ടത്? y പ്ലസ് 3z ഈക്വൽ ടു 11. അതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ എക്സ് എന്നുള്ള വേരിയബിൾ പ്രസൻ്റ് അല്ല എന്ന് വെച്ചുകൊണ്ട് അത് റോങ് അല്ല. ഇപ്പോൾ 3 ഇക്വേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇക്വേഷൻ്റെ അകത്തും എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ് 3 വേരിയബിൾ ഒക്കെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. y പ്ലസ് 3z ഈക്വൽ ടു 11 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് കണ്ടീഷൻ നോക്കാം. ബൈ ആഡിങ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പേഴ്സ്. ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ആണ്, തേർഡ് നമ്പർ ഇസഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ വരുന്നത്? എക്സ് പ്ലസ് ഇസഡ്. വി ഗെറ്റ് ഡബിൾ ഓഫ് ദ സെക്കൻഡ് നമ്പർ. നമുക്ക് സെക്കൻഡ് നമ്പറിൻ്റെ ഡബിൾ കിട്ടും. അപ്പം ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും കൂടെ ആഡ് ചെയ്യുക. ദറ്റ് ഈസ് എക്സ് പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു we get double of the second number, that is 2y. അപ്പോൾ എന്താ ഇക്വേഷൻ കിട്ടുന്നത്? എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു 2y. അല്ലെങ്കിൽ നമുക്കിനി ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, അതായത് ഈ 2yയും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക ഈക്വൽ ടുൻ്റെ. കാരണം എന്താ? റൈറ്റ് സൈഡിൽ നമുക്ക് വേരിയബിൾസ് അല്ല, നമുക്ക് ഇതുപോലെ നമ്പേഴ്സ് മാത്രം ഒക്കെ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ആ 2y എന്നുള്ള ടേമിനെ ഈക്വൽ ടുൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ് മൈനസ് 2y പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. ഇനി ഇതിപ്പോൾ ഒക്കെ ചെയ്തിരിക്കുന്ന എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലാണ്. ഇനി നമുക്ക് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കാം. നമ്മൾ ഇക്വേഷൻ ഒക്കെ ചെയ്യുന്നത് എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലാണ്. വേർ എ എന്ന് പറയുന്നത് എന്താ? എക്സ് വൈ സെഡിൻ്റെ കോഎഫിഷ്യൻസ് ചേർത്തിട്ടുള്ള മെട്രിക്സ്. ദറ്റ് ഈസ് 1 1 1. ഇവിടെ എക്സിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? 0. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ല, അതുകൊണ്ട് നമുക്കത് 0 എന്ന് കൊടുക്കാം. വൈയുടെ കോഎഫിഷ്യൻ 1, ഇസഡിൻ്റെത് 3.
അപ്പോൾ 0 1 3 സെക്കൻഡ് റോ, തേർഡ് റോ 1 -2 1. സോ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടി. ഇനി എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ, ഇറ്റ്സ് ഓൾവേസ് കോളം മെട്രിക്സ് എക്സ് വൈ ഇസഡ്. അത് എത്ര വേരിയബിൾസ് ഒക്കെ ചെയ്യുന്നുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് എക്സ് വൈ മാത്രമേ ഉള്ളെങ്കിൽ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് എടുത്താൽ മതി. 3 എണ്ണം ഉണ്ടെങ്കിൽ അത് എക്സ് വൈ സെഡ് എന്ന് എടുക്കും. പക്ഷെ അത് നമ്മൾ കോളം മെട്രിക്സ് ആയിട്ടായിരിക്കും എഴുതുന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സും കോളം മെട്രിക്സ് ആണ്. അത് ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന നമ്പേഴ്സ്, ദറ്റ് ഈസ് 6 11 0. ഇപ്പോൾ നമുക്ക് 3 മെട്രിക്സസ് ഞാൻ എഴുതി, വിച്ച് ഈസ് ഓഫ് ദ ഫോം എ എക്സ് ഈക്വൽ ടു ബി. ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് മെട്രിക്സ് മെത്തേഡിൽ നമുക്ക് എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണോ, അതായത് സൊല്യൂഷൻ ഉണ്ടോ, യുണീക്ക് സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡിറ്റർമിനൻറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കറിയാം 1 1 1 0 1 3 1 -2 1 ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഡിറ്റർമിനൻറ്റ് എ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഓൾറെഡി നിങ്ങൾക്ക് ഡിറ്റർമിനൻറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ. ഞാനിപ്പോൾ അതിൻ്റെ ആൻസർ ഞാനങ്ങ് എഴുതുവാണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. 9 എന്ന് പറയുന്നത് നമുക്കറിയാം നോട്ട് ഈക്വൽ ടു 0. therefore the system is consistent with unique solution. കൺസിസ്റ്റൻറ്റുമാണ്, യുണീക്ക് സൊല്യൂഷനും ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നുള്ളതാണ്. ഇനി എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഫോർമുല എന്താ, അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ. ഫസ്റ്റ് നമുക്കപ്പോൾ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം, ഓരോ എലമെൻസിൻ്റെയും കോഫാക്ടേഴ്സ്. therefore a11, അപ്പോൾ അതിനു മുമ്പ് ഞാൻ എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ഒന്നുകൂടെ എഴുതാം. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 1 1 0 1 3 1 -2 1. ഓക്കെ, ഇനി a11 is -1 the whole square into 1 plus 6, that is 7. a12 -1 the whole cube into 0 -3, that is -3, minus of -3 is +3. a13 -1 the whole raised to 4, 0 -1, that is -1, minus the whole raised to 4 over plus ആണ്, അപ്പോൾ -1 തന്നെ. ഇനി a11 a12 a13 കഴിഞ്ഞു. അടുത്ത് a21 -1 the whole cube into 1 plus 2, that is 3, പക്ഷേ ഇത് മൈനസ് ആവും, -3 1 a22 -1 the whole raised to 4, 1 -1, that is 0. a23 -1 the whole raised to 5, -2 -1, -2 -1 is -3, minus of -3 is +3, a23 is +3. അടുത്തത് a11 അടുത്തത് a31 is -1 the whole raised to 4, 3 -1, 2, ഓൾറെഡി അത് പോസിറ്റീവ് ആയതുകൊണ്ട് 2 തന്നെ. 31 a32 -1 the whole raised to 5, 3 -0, that is 3 -3, minus of 3 is -3. a33 -1 the whole raised to 6, a33 1 -0, 1 -0 is 1, ഓൾറെഡി -1 the whole raised to 6 പോസിറ്റീവ് ആയതുകൊണ്ട് 1 തന്നെ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, അഡ്ജോയിൻറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എഴുതേണ്ടത്, ഇത് ഓരോ എലമെൻസിൻ്റെയും കോഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, അതിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ ഇത് കോളം വൈസ് അങ്ങ് എഴുതിയാൽ മതി ആ എലമെൻറ്റ്സ് കേട്ടോ. അതായത് 1 1 1ൻ്റെ കോഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് കോളമായിട്ട് അങ്ങ് എഴുതി കഴിഞ്ഞാൽ അഡ്ജോയിൻ്റ് ആയി. 7 3 -1, നെക്സ്റ്റ് എലമെൻസും സെക്കൻഡ് കോളമായിട്ട് 0 -3 0 3, ആൻഡ് ലാസ്റ്റ് കോളം 2 -3 1. അഡ്ജോയിൻ്റ് കിട്ടി. ഇനി അടുത്തത് നമ്മുടെ ഇക്വേഷൻ എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണ് നമ്മുടെ ഫോർമുല. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് നമുക്ക് കിട്ടിയത് 9 എന്നുള്ള വാല്യൂ ആണ്. therefore ഒന്നുകൂടി ഇക്വേഷൻ എഴുതാം, അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഇൻറ്റു ബി എന്നുള്ള ഫോർമുല അല്ലേ. 1 by determinant is 1 by 9, adjoint of എടുത്ത് എഴുതാം 7 -3 2 3 0 -3 -1
3 1 ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ് 6 11 0. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ 1/9 ഇൻറ്റു 42 മൈനസ് 33 പ്ലസ് 0. അടുത്ത സെക്കൻഡ് എലമെൻറ്റ് വരുന്നത് 18 പ്ലസ് 0 പ്ലസ് 0 minus 1 into 6 minus 6 plus 33 plus 0. Equal to 1/9, 42 minus 33, it is 9, 18 minus 6 plus 33, 27 plus 27. So 1/9 into matrix 9, 18, 27. അല്ലെങ്കിൽ ഇതിന് 1/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/9 into 9, that is 1, 1/9 into 18, that is 2, 1/9 into 27, that is 3. നേരത്തെ അതേ ആൻസർ തന്നെ വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എക്സ് എന്നുള്ള മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്മോൾ എക്സ് വൈ സെഡ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 1 കിട്ടി, വൈയുടെ വാല്യൂ 2 കിട്ടി, ഇസഡിൻ്റെ വാല്യൂ 3 കിട്ടി. അപ്പോൾ ഈ എക്സ് വൈ സെഡിന് കിട്ടിയിരിക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കൊരു വേർഡ് പ്രോബ്ലം ആയിരുന്നു. സം ഓഫ് 3 നമ്പേഴ്സ് 6 എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ 3 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്താൽ 3 + 2 5 + 1 6. അങ്ങനെ ഏത് ഇക്വേഷനിൽ കൊടുത്താലും അത് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ 3 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൈ സെഡിന് യുണീക്ക് ആയിട്ടുള്ള വാല്യൂ കിട്ടി. എക്സ് വൈ സെഡിന് ഈ 1 2 3 എന്നുള്ള വാല്യൂ അല്ലാതെ വേറൊരു വാല്യൂം എക്സിസ്റ്റ് ചെയ്യില്ല. അതാണ് യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മീനിങ്. ഇനി എക്സസൈസിൽ സിമിലർ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് സോൾവ് ചെയ്യാനും. അതുപോലെ തന്നെ വേർഡ് പ്രോബ്ലം ഒരെണ്ണമുണ്ട്. അതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.